ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മുടെ സോഷ്യലിൻ്റെ സ്റ്റഡി വ്ലോഗാണ്. നാളെ സോഷ്യലാണ് വരുന്നത്. 16 ചാപ്റ്റേഴ്സ് കവർ ചെയ്യാനുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ നമുക്ക് സ്പീഡിൽ പഠിക്കാന്നുള്ള കാര്യം പറഞ്ഞു തരാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ എൻ്റെ ഇൻട്രോ മാറ്റി പിടിക്കുമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇൻട്രോ മാറ്റി പിടിക്കാന്ന് പറയുമ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല ഗൈസ്, എങ്ങനെയാണ് പറയേണ്ടത്. ഞാൻ എല്ലായ്പ്പോഴും ഇങ്ങനെയാണ് പറയാറുള്ളത്. സോ എനിക്ക് അനദർ ടൈപ്സ് ഓഫ് ഇൻട്രോസ് അറിയൂല. അപ്പം അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇത് തന്നെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സോഷ്യലിൽ 16 ചാപ്റ്റേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ജോഗ്രഫി, ഹിസ്റ്ററി ആയിട്ട് 8 ചാപ്റ്റർ വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. സോ ഞാൻ ഇത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ സ്റ്റഡി ബ്ലോഗിലോട്ട് പോവാം. സ്കിപ്പ് ചെയ്യരുത്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഗൈസ് എങ്ങനെ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 16 ചാപ്റ്റേഴ്സ്, യെസ്, അപ്പോൾ ഈ ഒരു 16 ചാപ്റ്റേഴ്സിൽ 6 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യലും ഹിസ്റ്ററിയും ഉണ്ടാവും. അതിൽ ലാസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക, ഈ തേർഡ് ടൈമിൽ സോഷ്യലിൽ നമ്മുടെ ഹിസ്റ്ററിയിൽ എടുത്തിട്ടുണ്ടായിരുന്നതായിരുന്നു ജനറൽ ഇക്വാലിറ്റിയുടെ ചാപ്റ്ററും അതിന് മുമ്പുള്ള കോസ്റ്റൽ പ്ലെയിൻസും. അപ്പം അതുപോലത്തെ ചാപ്റ്റർ എന്ന് വെച്ചാൽ തേർഡ് ടൈമിലുള്ള ചാപ്റ്റേഴ്സ് സോഷ്യലിന്റെ നന്നായിട്ടിരുന്ന് പഠിക്കുക. നന്നായിട്ടിരുന്ന് പഠിക്കുക. ഓക്കെ ഗൈസ്, അത് എന്തായാലും നിങ്ങൾ മറന്നു പോകരുത്. കൂടാതെ നമ്മുടെ സോഷ്യലിന്റെ ചോളായുടെ ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഓക്കെ ഗൈസ്, അപ്പം അതാണ് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെയെന്ന് പറയുന്നത് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും നിങ്ങൾ ഒന്ന് വായിച്ചു വിട്ടാൽ മതി. പക്ഷേ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. എന്തൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. ഗൈസ്, ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ട്യൂഷൻ ബുക്കാണ്. ഇത് എവിടെ നിന്നാന്ന് കുറെ പേര് ചോദിച്ചു. ഇതെന്റെ ട്യൂഷനിൽ നിന്ന് വരുന്നതാണ് കേട്ടോ, അല്ലാതെ നമ്മുടെ പുറത്തുള്ള കടയിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നതല്ല. ഇതെന്റെ ട്യൂഷനിൽ നിന്ന് എനിക്ക് കിട്ടുന്നതാണ്. ട്യൂഷന് ചേരുമ്പോൾ മാത്രമേ ഈ ഒരു ബുക്ക് കിട്ടുള്ളൂ, അല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടില്ല. ഈ ഒരു ഷോപ്സിലൊന്നും അവൈലബിൾ അല്ല. സോ ഈ ഒരു ബുക്ക് അങ്ങനെ കേട്ടോ കിട്ടിയത്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ പറഞ്ഞുതരാവേ. ഇത്തിരി ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ ഹിസ്റ്ററിയിൽ ലാൻഡ് ഗ്രാന്റ് ആൻഡ് ദ ഇന്ത്യൻ സൊസൈറ്റി, ആ ചാപ്റ്റർ നോക്കണം. ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേജ്, ആ ഒരു ചാപ്റ്റർ നോക്കണം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ ഒരു 3 ചാപ്റ്റേഴ്സും ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമിൽ നിന്ന് നമ്മുടെ ഹിസ്റ്ററിയിൽ നോക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ്. പിന്നെ ജിയോഗ്രഫിയിലുള്ള ചാപ്റ്റേഴ്സ് പ്ലാറ്റൂസ് വർ ദ എർത്ത് ഹിസ്റ്ററി, ആ ഒരു ചാപ്റ്റർ നോക്കാട്ടോ. പിന്നെയുള്ള ചാപ്റ്റർ ഏതാ ഞാൻ പറഞ്ഞുതരാം. ഇത് പാർട്ട് 2 ആണ് നമ്മുടെ ട്യൂഷൻ ബുക്കിന്റെ. ഓക്കെ ഗൈസ്, നമ്മുടെ ജോഗ്രഫിയിൽ വേറൊരു ചാപ്റ്റർ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, പ്രൈസ് ആൻഡ് മാർക്കറ്റ്, അതുപോലെ തന്നെ ത്രൂ ദ സാൻഡി എക്സ്പാൻസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ജോഗ്രഫിയിലും ഹിസ്റ്ററിയിലും മെയിൻ ആയിട്ട് നോക്കേണ്ട സെക്കൻഡ് ടൈം ഫസ്റ്റ് ടൈം ഇൻക്ലൂഡഡ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ബാക്കി നോക്കണ്ടെന്നല്ല, ബാക്കി ഒന്ന് വായിച്ചു വിടാം, പെട്ടെന്ന് തന്നെ ഒന്ന് വായിച്ചു വിടാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ടൈം ഇല്ല, ഇത്തിരി ടൈം മാത്രമേ ഉള്ളൂ. നാളെ ഉച്ചക്ക് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. സോ നാളെ രാവിലെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലോവും അതുപോലെ തന്നെ എജുപോട്ടോ എക്സാമിനേഴ്സോ എന്താണ് റെഫർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചാനലിന്റെ മെഗാ മാരത്തോണും മോർണിംഗ് ബൂസ്റ്റും കാണാം. ഓക്കെ, അതുപോലെ നമ്മൾ കാണാം. പിന്നെ ആണെങ്കിൽ ഫസ്റ്റ് ടൈമില് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാണ്ടാന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് ഇല്ലേ, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. മറ്റേ പാലിയോലിത്തിക്കിന്റെ ചാപ്റ്റർ, പിന്നെ എക്കണോമിക് ത്രൂ ദ വേരിയസ് സെക്ടേഴ്സ്, ആ ഒരു ചാപ്റ്റർ, അതൊക്കെ ഒന്ന് വെറുതെ വായിച്ചു വിടാം. ഓക്കെ, ബാക്കി സെക്കൻഡ് ടൈമും ഫസ്റ്റ് ടൈമും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് ആ 3 ചാപ്റ്റേഴ്സ് ആണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നന്നായിട്ട് പഠിക്കേണ്ടത് തേർഡ് ടൈമിലെ ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അതുപോലെ ഒന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുക, എല്ലാവരും സെറ്റ് ആവും കേട്ടോ. സോ മാക്സിമം ഇപ്പൊ തന്നെ നിങ്ങൾ പഠിക്കാതിരിക്കാനായിട്ട് നോക്കുക. ഇത്തിരി ബ്രേക്ക് എടുത്തിട്ട് വേണം പഠിക്കാതിരിക്കാൻ. ഒരുമിച്ച് പഠിക്കാതിരിക്കണ്ട. ഒരുമിച്ച് പഠിക്കാൻ നമുക്ക് ഒന്നും കിട്ടൂല. നമ്മൾ ഭയങ്കര ബോറടിക്കും. ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ട് ബ്രേക്ക് എടുക്കാം, അല്ലെങ്കിൽ കുറെ ഒരു ചാപ്റ്ററിന്റെ പകുതിയോളം തീർത്തിട്ട് ബ്രേക്ക് എടുക്കാം. അങ്ങനെ ബ്രേക്ക് എടുത്ത് പഠിച്ചാൽ മതി. ബ്രേക്ക് എന്ന് പറയുമ്പോൾ ലോങ് ബ്രേക്ക് ഒന്നും എടുക്കരുത്. 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഒക്കെ എടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങൾ കണ്ടു നോക്കുക.
അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റഡി ബ്ലോഗിലോട്ട് നേരെ പോവാം കേട്ടോ. സോ ഗൈസ്, ഇപ്പോൾ നമ്മുടെ സ്റ്റഡി ബ്ലോഗിലോട്ട് നമുക്ക് നേരെ പോവാം ഗൈസ്. അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റഡി ബ്ലോഗാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ് ഗൈസ്. നിങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ വായിക്കുന്നത് വേറൊന്നുമല്ല, ടെസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചോളാസിൻ്റെ ചാപ്റ്ററാണ് വായിക്കുന്നത്. ആ ഒരു ചാപ്റ്റർ എനിക്ക് നല്ല ടഫായിട്ട് തോന്നിയിട്ടുണ്ട്. കാര്യം കുറേ കോൺസെപ്റ്റ് ഉണ്ട് അതിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ പഠിച്ച് വരുമ്പോൾ ഞാൻ പിന്നെ മറന്നു പോകും. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആ ഒരു ചാപ്റ്റർ പഠിക്കുകയെന്ന് വെച്ചോ, ആ ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് വേറൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ചോളാസിൻ്റെ ചാപ്റ്റർ എനിക്ക് സ്റ്റാർട്ടിങ് കിട്ടൂല. അപ്പോൾ മറന്നു പോകും. മറന്നു പോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് എന്തിൻ്റെയും സ്റ്റാർട്ടിങ് നമുക്ക് കിട്ടണമല്ലോ, ആ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ അത് റിപ്പീറ്റ് അടിച്ചാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും വായിക്കണം കേട്ടോ. ഇനിയും ചിലപ്പോൾ ഞാൻ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും വായിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഈ ഒരു ചോളയുടെ ചാപ്റ്റർ കുറേ കോൺസെപ്റ്റ് ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റിനെ പറ്റിയിട്ടും ത്രിപാർട്ടീസിനെ പറ്റിയിട്ടും അങ്ങനെ അതൊക്കെ ഭയങ്കര ഡിഫൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലതും പലതാണ്. സോ അതുകൊണ്ട് മറന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട്, കൂടാതെ മിക്സ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ചാലൂക്യാസും പാലാസും അതുപോലെ തന്നെ എന്താ പറയുക, എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് രാഷ്ട്രകൂടാസും ഒക്കെ പഠിക്കുക കേട്ടോ. അപ്പം അതൊക്കെ ഓർത്തിട്ട് നമുക്ക് കിട്ടുന്ന പോയിൻറ്റ്സ് ആയാലും പഠിച്ചാൽ മതി. ഞാനിപ്പോൾ എല്ലാ പോയിൻറ്റ്സും പഠിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർക്ക് കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ മാക്സിമം പോയിൻറ്റ്സ് ഉള്ള കോൺസെപ്റ്റ് എഴുതേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വായിക്കാറുള്ളത്. ഇന്നലെ ആ ഒരു വീഡിയോയിൽ ഒരു കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിയാണോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ആൾ കമൻറ്റ് ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലൈൻ പോലും ഇടാറില്ലല്ലോ എന്നാണ്. സത്യം കേട്ടോ, ഞാനൊരു ലൈൻ പോലും ഇടാറില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലൈൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ വിടും. പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഞാൻ എല്ലാവരും വായിക്കാറുണ്ട് കേട്ടോ. മാക്സിമം എല്ലാവരും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. പിന്നെ ടൈം ഇല്ലെങ്കിൽ മാത്രമേ ഒന്നും ഓടിച്ച് വായിക്കുള്ളൂ. അല്ലാത്തപ്പോൾ ഞാൻ എല്ലാവരും കവർ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് വായിക്കാനാണ് നോക്കാറുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ ഒരു ലൈൻ വിട്ടെന്ന് വെച്ചോ, ചിലപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും തന്നെ വായിക്കാറുണ്ട്. പറയാനുള്ളത്, ഈ ഒരു സോഷ്യൽ തൊട്ടിട്ടില്ല എന്ന് പറയുന്നവരിനോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു ചാപ്റ്റേഴ്സ് നന്നായിട്ടിരുന്ന് പഠിക്കുക എന്ന് വെച്ചാൽ സെക്കൻഡ് ടൈമിലത്തെയും ഫസ്റ്റ് ടൈമിലെയും ഇൻക്ലൂഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അത് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ ആണെങ്കിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് എന്ന് വെച്ചാൽ, അടിപൊളിയായിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തേർഡ് ടൈമിലെ ചാപ്റ്റേഴ്സാണ് സോഷ്യലും ജിയോഗ്രഫിയും. സോ അത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ മാപ്പ് മാർക്കിംഗ് എന്തായാലും വരും ഗൈസ്. സോ മാപ്സ് എല്ലാവരും തന്നെ നോക്കിയിരിക്കണം. നല്ല അടിപൊളിയായിട്ട് അതും പഠിച്ചിട്ട് പോവുക. മാപ്പ് മാർക്കിംഗ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമ്മൾ പറയണ പോലെ ഭയങ്കര ടഫൊന്നുമില്ല. നമ്മുടെ ഇന്ത്യനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ സെറ്റാണ്. നമുക്ക് മാപ്പ് മാർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം എന്തായാലും മാപ്പ് മാർക്കിംഗ് ഉണ്ടാവും. ഞാനത് വായിച്ചിട്ടുണ്ട്, പക്ഷേ ഇനിയും ഞാൻ വായിക്കും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് റിവിഷൻ വേണ്ടി വരുമെന്ന് ഉറപ്പാണ്. അപ്പം ഞാൻ ഇനി വായിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അത് മാത്രമല്ല കേട്ടോ ഗൈസ്, ഞാനിപ്പോൾ പറഞ്ഞു തന്ന പോലെ നിങ്ങൾ പഠിക്കണമെങ്കിൽ പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ടോട്ടൽ ഫുള്ളായിട്ടുള്ള ചാപ്റ്റേഴ്സും കവർ ചെയ്യാം. എന്ന് വെച്ചാൽ കുറേ പേര് ഇപ്പോൾ റിവിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. ഞാൻ റിവിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ റിവിഷൻ ചെയ്തവർക്ക് പിന്നെയും ഒന്ന് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ, എല്ലാ ചാപ്റ്റേഴ്സും. അങ്ങനെയുള്ളവരും ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ എന്താ പറയുക, ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളൊരു നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ നമ്മൾ പഠിച്ചിട്ടില്ലെന്ന്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ടിപ്പ് പറഞ്ഞത്. എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റത്തെ ടൈം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതൊന്ന് വായിച്ച് വിട്ടാൽ മതിയെന്ന്. പക്ഷേ എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലതാണ്, അത്രയ്ക്ക് ബെസ്റ്റാണ്. അപ്പം അത് നോക്കാം കേട്ടോ. ആണെങ്കിൽ ഗൈസ്, ഇന്നലെ ഒരു ഓൾ ചാപ്റ്റേഴ്സ് റിവിഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ സോഷ്യൽ സയൻസ് സൈലത്തിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എക്സാമിനേഴ്സിലും ഉണ്ടായിരുന്നു, ജൂപ്പോർട്ടിലും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എക്സാമിനേഴ്സിൽ ഞാൻ കണ്ടിരുന്നു. അപ്പം അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, അതിൽ എനിക്ക് കാണാൻ ശരിക്കും മൂടുണ്ടായിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ടൈം കൊണ്ട് ചാപ്റ്റേഴ്സ് ഒന്ന് പഠിക്കുക എന്ന് വിചാരിച്ചിട്ടായിരുന്നു. ചാപ്റ്റേഴ്സ് പഠിക്കുക മീൻസ് ഒന്ന് വായിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ വിചാരിച്ചു കാണാമെന്ന് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നലെ ഒന്നും കണ്ടില്ല. ഞാൻ ഇന്നലെ ചാപ്റ്റർ പഠിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു വീഡിയോൻ്റെ ബാക്കി ഞാൻ ഇപ്പോൾ ഇന്ന് കാണാൻ കേട്ടോ. അത് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്യില്ല മിക്കവാറും. കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ആ ഒരു ഇതധികം ഇഷ്ടമായില്ല. എന്ന് വെച്ചാൽ ചാപ്റ്റേഴ്സ് എടുത്തത് പെട്ടെന്ന് എടുത്തു പോയത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, അവർ ഇമ്പോർട്ടൻ്റ് മാത്രമാണ് പറഞ്ഞു തരുന്നത്. ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ഓണായിട്ടിരുന്ന് പഠിക്കുകയായിരുന്നു ഇന്നലെ വൈകിട്ടെന്ന് പറയുന്നത്. സോ അതിൻ്റെ ബാക്കി ഇത്തിരി കണ്ടോളൂ കേട്ടോ വീഡിയോ. എനിക്കധികം ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ട്യൂഷൻ ബുക്കിലുള്ളത് വായിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൂടി പഠിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റഡി ബ്ലോഗ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനിയും ഉണ്ട് എനിക്ക് ചോളാസിൻ്റെ ചാപ്റ്റർ ട്യൂഷൻ ക്ലാസ്സിലെ ബുക്ക് നോക്കി വായിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഡിയേഴ്സ്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. നല്ല അടിപൊളി വീഡിയോ ആണ്. എന്തായാലും കണ്ടവർക്ക് ഒരുപാട് നന്ദി. ആൻഡ് നമ്മുടെ ഫിസിക്സിന്റെ എക്സാം റിവ്യൂ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ആ ഒരു വീഡിയോ എല്ലാവരും കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ്,
എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം. വിഷമിക്കരുത്, ടെൻഷൻ അടിക്കരുത്, അടിപൊളിയായിട്ട് തന്നെ എക്സാം ഫിനിഷ് ചെയ്യുക. നമുക്ക് എന്താ പറയാ, ആ ഒരു ടൈമിൽ നമ്മൾ എക്സാം ഫിനിഷ് ചെയ്തിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് ഇത് പോയേ അത് പോയെന്ന് വിചാരിച്ച് വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അത് എഴുതി കഴിഞ്ഞതാണ്. സോ ദാറ്റ്സ് വൈ നമ്മൾ അടുത്ത എക്സാമിന് ബെറ്റർ ആയിട്ട് സ്റ്റഡി ചെയ്യാം. അതുപോലെ തന്നെ മാർക്ക് കുറഞ്ഞു, തോറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ കമന്റ്സിൽ കുറേ പേരുടെ കമന്റ്സ് ഞാൻ കാണാറുണ്ട് അങ്ങനെ. സോ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തതാണ്. കുറെ പേര് എൻ്റെ മാർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല കേട്ടോ, എൻ്റെ ഒരു എക്സ്പെക്റ്റബിൾ മാർക്ക് എനിക്കറിയില്ല, ഒട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പല ടീച്ചേഴ്സും പല വിധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എൻ്റെ ടീച്ചേഴ്സ് മാർക്ക് ഇടുമെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് ഇപ്പം മാർക്ക് ഇടില്ലായിരിക്കും ചിലതിനൊന്നും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയൂല, എക്സ്പെക്ടേഷൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മാർക്സ് ഒന്നും റിവീൽ ചെയ്യാത്തത് നമ്മുടെ ഈ ഒരു എക്സാമിന്റെ. ഓക്കെ ഗൈസ്, ഒരു എക്സ്പെക്റ്റബിൾ മാർക്ക് അതാണ് എനിക്ക് ഇല്ലാത്തത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. അപ്പോൾ അടിപൊളിയായിട്ടുള്ള വേറൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും. ബൈ ഡിയേഴ്സ്, ബൈ ഫ്രം നൗസ് ആൻഡ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമന്റ് ഒന്നും മറക്കണ്ട. Bye bye. All the best for the exams.